തൊട്ടാൽ ക്യാമറയും മോണിറ്ററും പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പെട്ടെന്ന് കേടാകാറുണ്ടെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പറഞ്ഞിരുന്നു. ലാലേട്ടന്റെ ഈ വെളിപ്പെടുത്തലുകൾ പലരെയും അമ്പരപ്പിച്ചിരുന്നു. നമ്മളിൽ പലർക്കും അങ്ങനെ ഒരു അനുഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. എന്നാൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയമായ വശങ്ങളുണ്ടോ? തീർച്ചയായും ഉണ്ട്. ശാസ്ത്രലോകം ഇതിനെ ബോഡി കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ വൈദ്യുതി സംഭരിച്ചു വെക്കാനുള്ള മനുഷ്യ ശരീരത്തിന്റെ ശേഷിയാണ് ഇത്. ഒരു കപ്പാസിറ്ററെ പോലെ പ്രവർത്തിക്കുവാൻ നമ്മുടെ ശരീരത്തിനും കഴിയും. നമ്മൾ നിൽക്കുന്ന അന്തരീക്ഷത്തിനനുസരിച്ച് ഈ ശേഷി മാറ്റങ്ങൾ വരാം. ഉദാഹരണത്തിന്, ഒരു ഇരുമ്പ് തൂണിന് മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ ശരീരത്തിലെ കപ്പാസിറ്റിക്ക് കുറവുണ്ടായിരിക്കും. എന്നാൽ വീട്ടിലെ ഫ്രിഡ്ജിലോ വലിയ മെറ്റൽ ഭിത്തിയിലോ ചാരി നിൽക്കുമ്പോൾ അതിന്റെ അളവ് കൂടും. ചില പ്രത്യേക തരം വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം മൂലം നമ്മുടെ ശരീരം ഒരു ജനറേറ്റർ പോലെ പ്രവർത്തിക്കുവാനും ഇടയാകും. ഇതുവഴി ശരീരത്തിൽ ഏകദേശം 3 kV വരെ വൈദ്യുതി ചാർജ് ചെയ്യപ്പെടാം. ഈർപ്പം കുറഞ്ഞ അന്തരീക്ഷത്തിൽ ഡ്രൈ കാർപ്പറ്റിലൂടെ പ്രത്യേക തരം ചെരുപ്പുകൾ ധരിച്ച് നടക്കുമ്പോൾ ശരീരത്തിലെ ഈ ചാർജ് പല കിലോവാട്ട് വരെ ഉയർന്നേക്കാം. ഈ അവസ്ഥയിൽ നമ്മൾ ഭൂമിയുമായി ബന്ധമുള്ള ഏതെങ്കിലും ലോഹ വസ്തുവിലോ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലോ തൊടുമ്പോൾ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഷോക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതിനെയാണ് ഇലക്ട്രോണിക് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇത് മനുഷ്യർക്ക് വലിയ അപകടം ഉണ്ടാക്കില്ലെങ്കിലും ഫോണുകൾ, ക്യാമറകൾ, കമ്പ്യൂട്ടറുകൾ പോലുള്ള സെൻസിറ്റീവ് ഇലക്ട്രോണിക് ഉപകരണങ്ങളെ തകർക്കുവാൻ ഈ ചെറിയ സ്പാർക്ക് മാത്രം മതിയാകും. കാരണം ഇന്നത്തെ പല ആധുനിക ഇലക്ട്രോണിക് ചിപ്പുകളും വെറും 100 വോൾട്ട്സ് വോൾട്ടേജിൽ പോലും കേടുവരുന്നവയാണ്. ചിലരുടെ ശരീരത്തിൽ ഇത്തരത്തിൽ ചാർജ് പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അവർ തൊടുന്ന ഉപകരണങ്ങളും പെട്ടെന്ന് കേടുവരാനുള്ള സാധ്യതയുണ്ട്. പഴയകാല റേഡിയോകളുടെ ട്യൂണിംഗ് നോബുകളിൽ തൊടുമ്പോൾ ഫ്രീക്വൻസി മാറുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിന് കാരണമാകുന്നതും ഈ ബോഡി കപ്പാസിറ്റൻസ് തന്നെയാണ്. എന്നാൽ ഇന്ന് ഈ പ്രതിഭാസത്തെ അനുകൂലമായും ശാസ്ത്രലോകം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ സ്മാർട്ട് ഫോണുകളിലെ ടച്ച് സ്ക്രീനുകൾ പ്രവർത്തിക്കുന്നത് വിരലുകൾ തൊടുമ്പോൾ ശരീരത്തിലെ ഈ കപ്പാസിറ്റൻസ് തിരിച്ചറിഞ്ഞാണ്. ഇത്തരം പ്രശ്നങ്ങൾ, അതായത് തൊടുമ്പോൾ ഷോക്ക് അടിക്കുകയോ ഉപകരണങ്ങൾ കേടാകുകയോ ചെയ്യുന്നത് അനുഭവപ്പെടുന്നവർക്ക് ചെയ്യാവുന്ന ലളിതമായ ചില കാര്യങ്ങളും ഉണ്ട്. നഗ്നപാതമായി മണ്ണിലോ തറയിലോ നടക്കുന്നത് ശരീരത്തിലെ അമിത ചാർജ് പുറന്തള്ളാൻ സഹായിക്കും. കൃത്രിമ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. സിന്തറ്റിക് തുണിത്തരങ്ങൾ പകരം കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഘർഷണം മൂലമുള്ള ചാർജ് കുറയ്ക്കാൻ ഇടയാക്കും. ആന്റി സ്റ്റാറ്റിക് റിസ്റ്റ് ബാൻഡുകൾ ഉപയോഗിക്കുക. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സ്ഥിരമായി കൈകാര്യം ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ബാൻഡുകൾ ഉപയോഗിച്ച് ശരീരത്തിലെ ചാർജ് സുരക്ഷിതമായി ഒഴിവാക്കാനാകും. ശാസ്ത്രീയമായ തെളിവുകൾ ഇനിയും പൂർണ്ണമായി വരാനിരിക്കുന്നതേ ഉള്ളൂവെങ്കിലും മനുഷ്യ ശരീരവും നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളും തമ്മിൽ അദൃശ്യമായ ഒരു ബന്ധമുണ്ടെന്ന് ലാലേട്ടന്റെ വാക്കുകളിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.